നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിനും കമൻസിനൊക്കെ ഒത്തിരി നന്ദി. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അറിവുള്ളതായിരിക്കാം, എന്നാൽ അറിവില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യട്ടെ. ഇതൊരു പ്രൊജക്റ്റിനെ പറ്റിയാണ്. 2015 തുടങ്ങിയൊരു പ്രൊജക്റ്റ്, പ്രൈം മിനിസ്റ്റേഴ്സ് കൗശൽ വികാസ് യോജന. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മില്യൺ ഇന്ത്യയിലുള്ള 10 മില്യൺ യുവജനങ്ങളെ പല സെക്ടറിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുക, സ്കിൽഡ് ആയിട്ടുള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കുക, അതുപോലെ എന്തെങ്കിലും സംരംഭം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്, അതിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ഞാൻ ഷെയർ ചെയ്യാം, അതായത് എങ്ങനെ ഈ ട്രെയിനിങ് സെന്ററിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത്. ഇതിന്റെ കീഴിൽ ഒത്തിരി കോഴ്സുകളുണ്ട്. ഇപ്പോൾ 221 കോഴ്സുകളുടെ ലിസ്റ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ലിങ്ക് ഞാൻ കമന്റ്സിന്റെ ഭാഗത്തിടാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ട്രെയിനിങ് സെന്റേഴ്സിന്റെയും കോഴ്സ് ലിസ്റ്റിന്റെയും ഒക്കെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് നെറ്റ് സ്ലോ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കമന്റ്സിന്റെ അവിടെ നിങ്ങളുടെ ഇമെയിൽ ID ഇട്ടിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഈ 221 എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 221 തരത്തിലുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രെയിനിങ് സെന്റേഴ്സ് ത്രൂ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കോഴ്സുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് സെന്റേഴ്സിന്റെ ലിസ്റ്റാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. കാരണം കേരളത്തിൽ ഈ 221 കോഴ്സസും അവൈലബിൾ അല്ല. അപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് യോജിക്കുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഈ ട്രെയിനിങ് സെന്റേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് എലിജിബിലിറ്റി, ഒരാൾക്ക് എങ്ങനെയുള്ള ആൾക്കാണ് ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റാതെ ഇട്ടിട്ട് പോയവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് അറിയാൻ പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല കയ്യിൽ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇതിന് വേണം? ആധാർ കാർഡ് മസ്റ്റ് ആയിട്ട് വേണം. ബാങ്ക് അക്കൗണ്ട്, പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്, അതിന് വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഏതെങ്കിലും ഒരു ID, ഒന്നെങ്കിൽ പാൻ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, ഇതിലേതെങ്കിലും ഒരു ID വേണം. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് ചെയ്യാനുമ്പോൾ സാധാരണ നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കുക. അത് നമുക്ക് കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. അതിനാണ് പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ എത്രയാണ് എമൗണ്ട് എന്നായിരിക്കും അടുത്ത ചോദ്യം. അതിപ്പോൾ ആ കോഴ്സിന്റെ ലിസ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് സെന്റേഴ്സിന്റെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല ലെവൽസ് കൊടുത്തിട്ടുണ്ട്, 3, 4, 5, 6 എന്നുള്ളത്. അപ്പോൾ ഓരോ ലെവലിനനുസരിച്ചിട്ടാണ് എമൗണ്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ 2 കോഴ്സ് ചെയ്താലും 3 കോഴ്സ് ചെയ്താലും ഒരു പ്രാവശ്യം നമുക്ക് എമൗണ്ട് കിട്ടുള്ളൂ. ഇനി ഏറ്റവും മാക്സിമം എമൗണ്ട് കാണിച്ചിരിക്കുന്നത് 12,000+ ആണ് കാണിച്ചിരിക്കുന്നത്. അത് 5-6 കാറ്റഗറിയിൽപ്പെട്ട കോഴ്സിനാണ് കാണിക്കുന്നത്. പക്ഷേ പൈസ നോക്കിയിട്ട് ഒരിക്കലും കോഴ്സിന് ചേരരുത്. നമ്മുടെ സ്കിൽസിനും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതിനും നോക്കിയിട്ട് വേണം ചേരാനായിട്ട്. ഇപ്പോൾ അതുപോലെ ഇതൊരു സർട്ടിഫൈഡ് കോഴ്സാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റിലും ഒത്തിരി പേരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പണി പഠിക്കാനായിട്ട് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ ഫിറ്ററായിട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, സ്ത്രീകളാണെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ, സ്വന്തമായിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ വേറൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി കിട്ടണമെങ്കിൽ, ഇപ്പോൾ UAE ആണെങ്കിൽ വലിയ കമ്പനികളിൽ ജോലി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഉപകാരമായിരിക്കും. ഇതൊരു സർട്ടിഫൈഡ് കോഴ്സാണ്. ഇനി ഇതൊരു ലോങ് ടേം കോഴ്സ് അല്ല. അപ്പോൾ 1 വർഷം 2 വർഷമൊന്നും നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. 200 മണിക്കൂർ 300 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് മാക്സിമം കാണിക്കുന്നത് അവേഴ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ 2 മാസം ആ കാലയളവിനുള്ളിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതായത് ജോലി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഈ ട്രെയിനിങ്ങിന് പോകുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വലിയ കമ്പനികളൊക്കെ ഇനി ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ ചാൻസസ് കൂടുതലുണ്ട്. പ്ലേസ്മെന്റ് 100% ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. അതുപോലെ എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ബയോഡാറ്റ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനൊക്കെ ഇവിടുന്ന് ഗൈഡ് ലൈൻ നമുക്ക് തരും. ഇനി വിജയകരമായി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ എമൗണ്ട് നമ്മുടെ ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, അറ്റൻഡൻസ് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ അസസ്മെന്റ് നടത്തുന്നതിന് ഒരു ഏജൻസി തന്നെയുണ്ട്. ആ ഏജൻസി വന്നിട്ടായിരിക്കും അസസ്മെന്റ് നടത്തുക. അതുകൊണ്ട് ഉഴപ്പമെന്ന് വിചാരിച്ച് കോഴ്സിന് ആരും പോകാനായിട്ട് നോക്കണ്ട. ഇനി നിങ്ങളുടെ ചുറ്റിൽ എത്രയോ പേരുണ്ടാവും അല്ലെ, ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്തവരും ഒക്കെ ആയിട്ട്. ഇപ്പം ഇതുപോലെ നടക്കുന്ന ഒത്തിരി കുട്ടികളെ കാണാൻ പറ്റും. അവർക്ക് പറ്റുമെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക, അവരിലേക്ക് എത്തിക്കാൻ നോക്കുക. അപ്പം ഞാൻ ഈ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ഇട്ടത് വെബ്സൈറ്റിൽ നിന്നാണ്. ഇത് വാട്സപ്പ് മെസ്സേജ് വഴിയാണ് എനിക്കിത് കിട്ടിയത് ഇതിനെപ്പറ്റി.
അപ്പോൾ അത് കണ്ടപ്പോൾ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലാതെ വേറെയും 2 ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് ആ കോഴ്സ് ലിസ്റ്റ് കൊടുത്തിട്ട് അവർക്ക് അതിൽ ഏതെങ്കിലും കോഴ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ സമൂഹത്തിന് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം. ബൈ.